ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രസമുണ്ടല്ലേ കാണാൻ? രാവിലെ മാവൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വേറെ സ്കിൻ കെയർ ചെയ്യിപ്പിക്കുക, ഹെയർ കെയർ ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇന്നത്തെ അല്ല, ആഴ്ചയിൽ ഒരു ദിവസത്തെ പരിപാടി. ആ ഒരു ദിവസം ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വേദയെ പിടിച്ചിട്ടുണ്ട്. വേദയ്ക്ക് ഒട്ടും താല്പര്യമില്ലതെന്ന് ചെയ്യാനായിട്ട്, പക്ഷെ ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. വേദയ്ക്ക് ഒരു സ്കിൻ കെയർ കൊടുക്കും, ഒരു ഹെയർ കെയർ കൊടുക്കും. അപ്പോൾ വേദയുടെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് ഡോക്ടർ പ്രിഫർ ചെയ്തിട്ടുള്ളത് വേദയ്ക്ക് കൂടുതലും ഓയിലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞാൻ വേദയ്ക്ക് ബേബി പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ലിറ്റിൽ റിച്വൽസിൻ്റെ ബേബി പ്രോഡക്ട്സ് ആണ്. നമ്മുടെ കുട്ടികളുടെ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ അഡൽട്ടിൻ്റെ സ്കിന്നിനെക്കാട്ടി ഭയങ്കര ഡെലിക്കേറ്റും തിന്നറുമാണ്. അപ്പോൾ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ഹെയറിലായാലും സ്കിന്നിലായാലും ഒക്കെ അപ്ലൈ ചെയ്താൽ അത് ബ്ലഡ് സ്ട്രീംസ് അബ്സോർബ് ചെയ്യും പെട്ടെന്ന്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാംഫുൾ ടോക്സിൻസും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സേഫസ്റ്റ് നാച്ചുറൽ കെയർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് വേദയ്ക്ക് ലിറ്റിൽ റിച്വൽസിൻ്റെ ബേബി പ്രോഡക്ട്സ് തന്നെ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് USA സർട്ടിഫൈഡ് ആണ്. അതുപോലെ 6500-ലധികം കെമിക്കൽസും ടോക്സിൻസും ഫ്രീ ആയിട്ടുള്ള ഒരു ബേബി പ്രോഡക്റ്റ് ആണ് ലിറ്റിൽ റിച്വൽസ്. അത് നമ്മുടെ ബേബീസിന് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വേദയുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത ഓയിൽ ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് വുഡ് കോൾഡ് പ്രസ്ഡ് ഓർഗാനിക് ബ്ലാക്ക് സീസം ഓയിലാണ്. സീസം ഓയിൽ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ എള്ളെണ്ണ കേട്ടോ. ദാറ്റ് ഈസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ഫോർ ഹെൽത്തി സ്കിൻ ആൻഡ് ഹെയർ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഹൈപ്പർ റിയാക്ടിവിറ്റി 64% വരെ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ബോൺസ് എല്ലാം സ്ട്രോങ് ആവാൻ സപ്പോർട്ട് ചെയ്യും, ഹെയർ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഐഡിയൽ ഫോർ സെൻസിറ്റീവ് സ്കിൻ വിത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിന്റെ ഹെൽത്തിനും ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇത് വന്നിട്ട് പ്ലാന്റ് പ്രോട്ടീൻ ഹെയർ ഷാമ്പൂ. ഒറ്റ വാഷിൽ തന്നെ നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള സ്കാൾപ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹെയർ ഒക്കെ കുറച്ച് ഡാമേജ്ഡ് ഒക്കെ ആണെങ്കിൽ ഒരു 3 യൂസസിൽ തന്നെ അതൊക്കെ റിപ്പയർ ആയി വരുന്നത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഇത് നല്ല സിൽക്കി ഹെയർ ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കുകയും ചെയ്യും. സോ നമുക്ക് വേറൊരു ഹെയർ സിറം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹെയർ എല്ലാം ഭയങ്കര നാച്ചുറൽ ആയിട്ടും സിൽക്കി ആയിട്ടും ഭയങ്കര ഫ്രഷ് ആയിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് നേരിൽ കാണാൻ പറ്റും. ഇനി അടുത്ത എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് പ്രോട്ടീൻ ഹെയർ കണ്ടീഷണർ. ഈ കണ്ടീഷണർ ആക്ച്വലി ഒരു മോയ്സ്ചറാണ്. അത് പ്രിവെൻറ്റിംഗ് ഡ്രൈനെസ് ആൻഡ് ഫ്രിസ്. കുഞ്ഞുമക്കളുടെ മുടിയുടെ റൂട്ട് മുതൽ ടിപ്പ് വരെ നല്ല ബലം തരുന്നുണ്ട്. അതുപോലെ ഈ ബ്രേക്കേജ്, സ്പ്ലിറ്റ് എൻഡ്സ് അതെല്ലാം കുറയ്ക്കുന്നുമുണ്ട്. ഈ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ചുകൂടെ സിൽക്കിയും സ്മൂത്ത് ആയിട്ട് കിടക്കും. ബേബീസിൻ്റെ ഡെവലപ്പിംഗ് സ്കാൽപ്പിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രോട്ടീൻ പവറാണ് നമ്മുടെ ഈ കണ്ടീഷണർ എന്ന് പറയുന്നത്. ഏഷ്യയിലെ മെയ്ഡ് സേഫ് USA സർട്ടിഫിക്കേഷനുള്ള ഒരേ ഒരു പ്രീമിയം ബേബി കെയർ ബ്രാൻഡാണ് ലിറ്റിൽ റിച്വൽസ്. അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പ്ലാന്റ് പവേർഡ് ആണ്, നാച്ചുറൽ ആണ്, ഓർഗാനിക് ആണ് ആൻഡ് ഹാവ് ക്ലീൻ ഫോർമുലേഷൻസ്, ആർ ക്ലിനിക്കലി പ്രൂവൺ ആൻഡ് മെയ്ഡ് യൂസിങ് സ്വിസ് എക്സ്പെർട്ടൈസ്. നോ കെമിക്കൽസ്, നോ ടോക്സിൻസ്, നോ സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ്. ഈ പ്രോഡക്ട്സ് പിന്നെ ബേബീസിന് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. വേദയുടെ പ്രായമുള്ള കുട്ടികൾക്കും ഈവൻ അഡൽട്ട്സ് നമുക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാനും വല്ലപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. 100% വീഗനാണ്, ക്രുവൽറ്റി ഫ്രീ, പാരബൻ ഫ്രീ. പിന്നെ ഇതെല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തതുമാണ്, ക്ലിനിക്കലി പ്രൂവൺ ചെയ്തതുമാണ്. അപ്പോൾ നമ്മുടെ ലിറ്റിൽ റിച്വൽസിൻ്റെ ബേബി കെയർ പ്രോഡക്ട്സ് എല്ലാം ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും ലിറ്റിൽ റിച്വൽസിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും അവിടെ പോയി നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണേ. അങ്ങനെ വേദയുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനും റെഡിയായ നേരെ നെട്ടയത്തേക്ക് വന്നു കേട്ടോ. നെട്ടയത്ത് വന്നപ്പോൾ അമ്മയും ചീമയൊക്കെ ഉണ്ടായിരുന്നു. ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ വേണമെന്ന് ചോദിച്ചു. ആ ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊരു ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. എനിക്ക് ഇന്നെല്ലാവരും കൂടി കുടിക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഒന്ന് കുടിക്കാനായിട്ട് തോന്നി. അങ്ങനെ ഞാനും ഒരു ചായക്ക് പറഞ്ഞു. ചായയിൽ ശർക്കര ആട്ടോ ഇട്ടത്, ഷുഗറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ശർക്കര ഇട്ടൊരു ചായ കുടിച്ചു. എന്നിട്ട് ചീമ കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോയായിരുന്നു. ചീമ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ചീമ അങ്ങ് പോയായിരുന്നു. ഞങ്ങളും കുറച്ച് സമയം ഇവിടെ നിന്നു. ഉച്ചവരെയൊക്കെ നിന്ന ശേഷം വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് സമയമായപ്പോൾ ഞാനും വേദയും പോവുകയാണ്. സാധനങ്ങളെല്ലാം വാരി കെട്ടി പറക്കി പോവുകയാണ്. ഇനി വേദയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ടുണ്ടാവില്ല. ക്ലാസ് ഇല്ലാത്ത ദിവസം വരും, പിന്നെ ഇതിനിടയ്ക്ക് വരുമായിരിക്കും, അത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോഴെങ്കിലും വരില്ല എന്ന് പറഞ്ഞാൽ എന്നും പോകുന്നത്. 2 ദിവസം വീട്ടിൽ നിന്നിട്ട് 3 വരും, അത് വേറെ കാര്യം. അങ്ങനെ വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വന്നു. ഡാൻസ് ക്ലാസ്സിന് വന്നപ്പോൾ വലിയ കുട്ടികളുടെ കളിക്കുന്നത് കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, വേദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. വേദ ഒറ്റയ്ക്ക് കളിക്കുന്ന കാര്യം വേദയ്ക്ക് വലിയ പാടാണ്. കഴിഞ്ഞ ദിവസം വേദയുടെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഇരുന്ന് കളിക്കുന്നില്ല എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. വേദയ്ക്ക് ഇരുന്ന് കളിക്കാൻ വലിയ പാടാണ്, അവൾക്ക് നിന്ന് കളിക്കാനാണ് ഇഷ്ടം കേട്ടോ. അതിന് സാർ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ കൂട്ടിന് ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ സാർ വഴക്ക് പറയുമെന്നുള്ളൊരു പേടി വേദയ്ക്കുള്ളതുകൊണ്ട്
ഒറ്റയ്ക്ക് കളിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിന് വരുന്ന സീനിയർ സ്റ്റുഡൻസ് എല്ലാം കുറച്ച് വലിയ കുട്ടികളാണ്, മീൻസ് 10th ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, 8th ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെല്ലാം സ്റ്റഡീസിൽ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സാംസ് ഒക്കെ അടുത്ത് വരുന്നുണ്ട്, കുട്ടികൾ വരുന്ന കാര്യം കുറച്ച് പാടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഇനി വേദ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ ഒരു വിഷമവും വേദയ്ക്കുണ്ട് കേട്ടോ. സാറ് വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോഴും സാറിന് നല്ല മൂഡാണെങ്കിൽ വഴക്കൊന്നും കൊടുക്കത്തില്ല, അല്ല സാറിൻ്റെ മൂഡ് മാറിയിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് 4:30 വരെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വേദയും വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നലെ വേദയുടെ മറ്റേ അങ്കിളിൻ്റെ കടയിൽ വട കഴിക്കാനായിട്ട് കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു 2-3 ദിവസത്തേക്ക് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അവിടെ കട തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുണ്ടാവും എന്ന് കരുതിയിട്ട് ഞങ്ങൾ വേദയ്ക്ക് വട വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറാൻ പോയപ്പോഴേക്കും ഇത് അവരുടെ കിച്ചൺ സൈഡാണ് കേട്ടോ. കിച്ചൺ സൈഡ് തുറന്നു കിടക്കുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട് സൈഡ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് പിന്നെ അവിടെ കയറിയില്ല. പിന്നെ വേദയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. വേദ പെട്ടെന്ന് നല്ല കുട്ടിയായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി, വേറെ ഒരിടത്തും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നൊരു വടയൊക്കെ കഴിച്ചാൽ വേദ 2 വട ഇവിടെ നിന്ന് കഴിക്കും കേട്ടോ. ഇവിടുത്തെ വട വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വേദ 2 വട കഴിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വട വാങ്ങി കഴിക്കുന്ന ശീലമില്ല. പിന്നെ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിയാൽ അങ്ങനെ ചട്നിയും കൂട്ടി കഴിക്കില്ലല്ലോ. ഞാൻ പിന്നെ മടി പിടിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. അതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത്. ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പാടല്ലേ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മൂടൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ഉണ്ടാക്കും. ഈ ഉണ്ടാക്കുന്നതല്ലെന്നേ പാട്, ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കണ്ടേ, ആ പാട് ഓർക്കുമ്പോൾ വേണ്ട ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ ഞാനും വേദയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു നാളെ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം. ഒന്നും ഇല്ല കേട്ടോ, 2-3 ദിവസമായിട്ട് ഞാൻ നെട്ടയത്തായിരുന്നു. ഇന്നലെ വന്നിട്ട് വീണ്ടും പോയി, അപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കൂട്ടി ഒന്ന് പുറത്തേക്ക് പോവുകയാണേ. ഏട്ടനും വേദയുണ്ട്. വേദ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തേനുൻ്റെ വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേദ തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ വന്നു കേട്ടോ. അപ്പോഴാണ് ഇത് ഇങ്ങനെ മതിലിൻ്റെ പുറത്ത് ഈ സാധനം ഇരിക്കുന്നുണ്ട്. വെറും വേസ്റ്റ് കേട്ടോ, അത് കത്തുന്നൊന്നുമില്ല. സോളാർ ലൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയതാണ്. ഇനി അത് റിട്ടേൺ അയക്കണം കേട്ടോ. അത് കത്തുന്നില്ല. ഞാൻ സ്വിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ സ്വിച്ച് ഒന്നുമില്ല. അത് പൊട്ട സാധനമാണ് കേട്ടോ. അതുകൊണ്ട് അതിനെ തിരിച്ചയക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നേരെ പച്ചക്കറി എല്ലാം വാങ്ങാൻ പോവുകയാണ്. പച്ചക്കറി വാങ്ങണം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങണം. അപ്പോൾ ഈ വരുന്ന പച്ചക്കറി എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കാട്ടോ. ഇന്ന് ഭാഗ്യത്തിന് തിരക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പച്ചക്കറി കിറ്റ് ഉണ്ടല്ലോ, സാമ്പാർ, അവിയൽ, അങ്ങനെ ഒരു കിറ്റ് കിട്ടും. ആ ഒരു കിറ്റ് 100 രൂപയുടെ കിറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ഒന്നും വാങ്ങിയില്ല. വേറെ അങ്ങനെ വലിയ അവിടെ പച്ചക്കറി അങ്ങനെ പോക്കില്ല, അതുകൊണ്ട് വലുതായിട്ടൊന്നും വാങ്ങിയില്ല. സാമ്പാർ കിറ്റ് വാങ്ങി. നാളെ സാമ്പാർ വയ്ക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ അടുത്ത സാധനം വാങ്ങാം എന്ന് കരുതിയിട്ട് സാമ്പാർ കിറ്റ് മാത്രം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലേക്കാണ് പോയത്. ഇവിടെ ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ, പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ പൈനാപ്പിളൊക്കെ ഉണ്ട്. പൈനാപ്പിൾ ഞാൻ വാങ്ങാൻ നോക്കിയപ്പോൾ പൈനാപ്പിൾ പച്ച പൈനാപ്പിൾ കേട്ടോ, അതുകൊണ്ട് വാങ്ങിയില്ല. വേദയ്ക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മിക്കവാറും വീട്ടിൽ പൈനാപ്പിൾ വാങ്ങാറുണ്ട്. അപ്പോൾ പഴുക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് വാങ്ങിയില്ല. പച്ചക്കറി മാത്രമേ വാങ്ങിയുള്ളൂ, അഡീഷണൽ വേറെ ഒന്നും വാങ്ങിയില്ല. ഒരു കുഞ്ഞ് കിറ്റ് മാത്രം വാങ്ങി കേട്ടോ. ഇതാണ് സാമ്പാർ, അവിയൽ, പച്ചക്കറി കിറ്റ്, 100 രൂപയുടെ കിറ്റ്. എല്ലാ സാധനവും ഉണ്ടാവും. സാമ്പാറും അവിയലും വെക്കേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ സ്ഥിരം ഈ പച്ചക്കറി കടയിൽ നിന്നേ വാങ്ങത്തുള്ളൂ. നല്ല ഫ്രഷ് പച്ചക്കറി കേട്ടോ. കുറച്ച് വിലയാണ്, നല്ല പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. തമിഴ് ചേട്ടന്മാരാണ് കൊടുക്കുന്നത്. എല്ലാവരുമായിട്ടൊക്കെ നല്ല കൂട്ടാട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം എന്തായാലും വാങ്ങാം, മോശമായിരിക്കില്ല അവിടെ നിന്ന് നമ്മൾ സ്ഥിരം വാങ്ങുന്നത്. എപ്പോൾ വാങ്ങിയാലും, ഇപ്പോൾ നമ്മളല്ലാതെ വന്ന് വാങ്ങിയാലും സ്ഥിരം നല്ല പച്ചക്കറി നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെയും സ്ഥിരം ഫ്രൂട്ട്സ് വാങ്ങുന്ന കടയാണ്. ഇവിടെ വന്ന് ഫ്രൂട്ട്സ് വാങ്ങുകയാണ്. പൈനാപ്പിൾ ചോദിച്ചപ്പോൾ ഇവിടെയും പൈനാപ്പിൾ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഒരു തണ്ണിമത്തൻ പറഞ്ഞു. ഇനിയിപ്പോൾ ചൂടൊക്കെ ഇല്ലേ, അപ്പോൾ തണ്ണിമത്തൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അല്ലാതെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. വെറുതെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് വെറുതെ കഴിക്കുന്നതും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് വാട്ടർമെലനും ഒരു ആപ്പിളും, കുറച്ച് ആപ്പിളും മാത്രം വാങ്ങാൻ നേടി. പിന്നെ കുറച്ച് പഴവും കൂടി വാങ്ങണം. ഇവിടെ പഴം ഉണ്ടായിരുന്നില്ല, പഴം വാങ്ങിയില്ല. വേറെ എനിക്ക് ആപ്പിളൊന്നും ഇഷ്ടമേ ഇല്ല. പിന്നെ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ആപ്പിളൊക്കെ വാങ്ങി കഴിക്കുന്നു എന്നേ ഉള്ളൂ. വേറെ ഒന്നും വാങ്ങിയില്ല. ഓറഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗ്രേപ്സ് ഉണ്ടായിരുന്നു. ഗ്രേപ്സ് ഒന്നും വലിയ താല്പര്യമില്ല. വേദയ്ക്കും ഫ്രൂട്ട്സേ വേണ്ട. അതുകൊണ്ടാണ് ഈ 2 സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് പഴം വാങ്ങാനായിട്ട് നമ്മുടെ ചേട്ടൻ്റെ കടയിലേക്ക് വന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് വന്നു. പിന്നെ പഴത്തിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. ഏത് പഴം വേണമെന്നാണ്, ഏത്തമ്പഴം വേണോ, കുഞ്ഞു പഴം വേണോ, വലിയ പഴം വേണോ, കപ്പപ്പഴം വേണോ, ഏത് ടൈപ്പിലുള്ള പഴം എപ്പോൾ വന്നാലും കിട്ടും. അധികം പഴുത്തത് വേണോ, അധികം പഴുക്കാത്തത് വേണോ, അങ്ങനെ ചേട്ടൻ്റെ പല ചോദ്യങ്ങളായിരിക്കും. ഏത് മോഡലിൽ വേണമെന്ന് നമ്മളങ്ങ് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രമേ ഇവിടെ ഇല്ലാതെ ഉള്ളൂ. ബാക്കി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനം ചേട്ടൻ്റെ കടയിലുണ്ട്. ചേട്ടന് സമയമില്ല. ചേട്ടന് പച്ചക്കറിയൊന്നും വിൽക്കാനുള്ള
നേരമില്ലാത്തത് കൊണ്ടാണ് ചേട്ടൻ എടുക്കാത്തത്. ഞാൻ പറഞ്ഞു നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് വന്ന് വാങ്ങാൻ ഇല്ല, സമയമില്ല, എന്നെക്കൊണ്ട് ഇത് തന്നെ പറ്റുന്നില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ ഇഞ്ചി, നാരങ്ങ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളുണ്ടാവും. ഹെവി ആയിട്ടുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും ഒന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ റോബസ്റ്റ പഴം വേണമെന്ന് പറഞ്ഞു. ഏത്തൻപഴം വേണ്ട. ഏത്തൻപഴം വണ്ണം കുറയാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഏത്തൻപഴം കഴിക്കണ്ട, നേന്ത്രപ്പഴം അത് കഴിക്കണ്ട. റോബസ്റ്റ പഴമാണ് നല്ലത്. അപ്പോൾ റോബസ്റ്റ പഴം ഈ അധികം പഴുത്തത് വാങ്ങിയിട്ട് പോയാൽ വീട്ടിൽ അന്ന് തന്നെ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് പച്ചപ്പഴം വാങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ കറക്റ്റ് പഴുത്തിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് പഴമൊന്നും വേണ്ട, ഇനി നാളെ മതി. അതുകൊണ്ട് നാളത്തേക്ക് കണക്കാക്കി ചേട്ടൻ്റെ നിന്ന് വാങ്ങുകയാണ്. 1/2 കിലോ വാങ്ങിയുള്ളൂ കേട്ടോ. കാരണം 1 കിലോ ഒക്കെ വാങ്ങിയിട്ട് പോയാൽ ഇത് അധികം ഒന്ന് പഴുത്ത് പോയാൽ ഒരു മനുഷ്യർ കഴിക്കത്തില്ല, എടുത്ത് കളയും. ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ വേദ മാത്രമായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ ആരും കഴിക്കത്തില്ല, അവിടെ അങ്ങനെ ഇരുന്ന് എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് അത്ര മാത്രമേ വാങ്ങിയുള്ളൂ. അത്രമാത്രം ചേട്ടൻ്റെ നിന്ന് ഞാൻ വാങ്ങുന്ന സമയം കൊണ്ട് വേദ അവിടെ എല്ലാം അരിച്ച് പറക്കുന്നുണ്ട്, അതും ഇതൊക്കെ തപ്പുന്നുണ്ട്. എന്നോട് ഇതിനിടയ്ക്ക് വേറെ എന്തോ കിൻഡർ ജോയൊക്കെ വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു സാധനം വാങ്ങി തരില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അത് വേറൊന്നുമല്ല, ഗോലി സോഡ എടുക്കുന്നതാട്ടോ. ഗോലി സോഡ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ എടുത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അവിടെ കിൻഡർ ജോയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. എവിടെ പോയാലും വേദയ്ക്ക് അത് ഇത് ചപ്പ് ചവറ്. അന്ന് ആംബ്രോസിൽ കയറിയിട്ട് 250 രൂപയുടെ ചുയിങ്കം കേട്ടോ വാങ്ങിയത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒന്നും വാങ്ങിക്കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനോട് കുറേ ദിവസമായി ചേട്ടനെ കണ്ടിട്ട് കേട്ടോ. ചേട്ടനോട് കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ വൈഫ് ഇവിടെ സ്റ്റിച്ചിങ് സെൻറ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേദയ്ക്കൊരു ഡ്രസ്സ് ഷേപ്പ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, അതിന് ഞാനിവിടെ ചേച്ചിയുടെ ഇവിടെ വന്ന് ഷേപ്പ് ചെയ്തിട്ട് പോയത്. ചേച്ചിയുടെ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ. ഇന്നിപ്പോൾ കടയിൽ വന്നപ്പോഴാണ് അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചിയുടെ കട കാണിച്ചില്ലല്ലോ എന്നിങ്ങനെ തോന്നി. ചേട്ടനും ചേച്ചിയും അടുത്തടുത്ത് ഒരു ബിൽഡിങ് തന്നെയാണ്, തൊട്ടപ്പുറത്തെ ചുവരിലാണ് ചേച്ചി ഇരിക്കുന്നത്. ദൂരോട്ടൊന്നും അല്ല കേട്ടോ, നമുക്ക് അത്യാവശ്യത്തിന് വന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ചേട്ടൻ്റെ നിന്ന് പഴവും ആ ഒരു ഗോലി സോഡയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കിങ്ങനെ കടയിലൊക്കെ ഇറങ്ങി നടന്ന് അതും ഇതുമൊക്കെ വാങ്ങാനേ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെ വാങ്ങി ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വീട്ടിൽ നിറയെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അധികം വാങ്ങിച്ച് വയ്ക്കില്ല, കുറച്ചൊക്കെ മാത്രമേ വാങ്ങി വയ്ക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് 100K ആയിട്ടില്ല, 99,800 സംതിങ്ങേ ആയിട്ടുള്ളൂ. 100K ആവും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ.